ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ധാരാളം ആളുകൾ നമ്മുടെ അരികിലേക്ക് വരും. അവർ പറയും, ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കുന്നില്ല തങ്ങളെ, ഉദ്ദേശിച്ച സംഗതി ഒന്നും നടക്കുന്നില്ല, വലിയ തടസ്സങ്ങളാണ്, പ്രയാസങ്ങളാണ് എന്ന് പറയും. ഈ ഒരു എനർജി, ആ ഒരു നെഗറ്റീവ് എനർജി, ഉദ്ദേശിച്ച ഒരു സംഗതി നടക്കൂല എന്നുള്ളത് അത് ആദ്യം എടുത്ത് ഒഴിവാക്കണം. ഞാൻ ഉദ്ദേശിച്ചത് മുഴുവൻ നടക്കുമെന്നൊരു തീരുമാനമാണ് മനസ്സിൻ്റെ ഉള്ളിൽ വേണ്ടത്. അതുള്ളവർക്കേ വിജയമുള്ളൂ. മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നത്തെ അധികം ട്രെയിനർമാരും അവരുടെ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് മാനിഫെസ്റ്റേഷൻ. എന്താ ഇതിൻ്റെ ഉദ്ദേശം? നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കുക, അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ, ഒരു ചിത്രം, അതിൻ്റെ ഒരു ഇമാജിനേഷൻ, അത് നമ്മളിങ്ങനെ കാണുകയും ആ കാണുന്ന സംഗതി നിരന്തരം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ അത് നമ്മിലേക്ക് വരും എന്നാണ് മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യം എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കുക, അതിൻ്റെ ഒരു ചിത്രം കാണുക, ആ ചിത്രം ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്നാൽ അത് നമ്മിലേക്ക് എത്തുമെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അത് താനേ എത്തൂല. അതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം നമ്മൾ ചെയ്യണം. നമ്മളങ്ങനെ ഒരു കാര്യം ഉദ്ദേശിക്കുകയും ആ ഉദ്ദേശിച്ച കാര്യം സാധ്യമാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്യണം. യു മസ്റ്റ് എഫേർട്ട് ടിൽ യു ഫ്രീസ് ആൻഡ് സ്വെറ്റ്സ് എന്നാണ്. അതായത് യു മസ്റ്റ് എഫേർട്ട്, നീ കഠിനാധ്വാനം ചെയ്യണം നിർബന്ധമായിട്ടും. ടിൽ യു ഫ്രീസ് ആൻഡ് സ്വെറ്റ്സ്, നീ വിയർത്ത് മരവിക്കുന്നത് വരെ അധ്വാനിക്കണം. കുറച്ചേരം അധ്വാനിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. കുറച്ചേരം അധ്വാനിച്ച് പിന്നെ കിടന്നുറങ്ങരുത്. കുറച്ച് നേരം അധ്വാനിച്ച് അവിടെ കൂടി തിരിഞ്ഞ് വർത്താനം പറയരുത്. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വിഷ്വലൈസേഷൻ, ആ ഒരു ചിത്രം, അത് നമ്മിലേക്ക് വരുന്നത് വരെ നാം അധ്വാനിക്കണം. അപ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. കുറച്ച് അധ്വാനിക്കേണ്ടി വരുള്ളൂ, പിന്നെ അതൊരു ഈസിയായി മാറും. ആ രൂപത്തിലാവട്ടെ നമ്മുടെ പ്രവൃത്തി. വെറും അധ്വാനം കൊണ്ട് മാത്രം കാര്യങ്ങൾ സാധിക്കുകയില്ല. നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയും വേണം, പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിനക്ക് ഉത്തരം കിട്ടുമെന്ന ഉറച്ച തീരുമാനത്തോടു കൂടി ആയിരിക്കണം ഇനി അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. അള്ളാഹ് എനിക്കിതിന് ഉത്തരം തരുമെന്നൊരു ഉറപ്പ് നമ്മളെ കൽബിൽ വേണം, ഒരു ആഗ്രഹം വേണം നമുക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തരും, ഒരു സംശയമില്ല. അള്ളാഹ്ക്ക് മനസ്സിലാവും എനിക്കത് വേണമെന്നുള്ളത്. ആ രൂപത്തിലാകുമ്പോഴേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിലാവട്ടെ നമ്മുടെ മുന്നോട്ടുള്ള ഗമനം. നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ നാം സെറ്റ് ചെയ്യുന്നു. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി, കരസ്ഥമാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ചിത്രം നാം ഓൾ ടൈമിലും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഇൻഷാ അല്ലാഹ്.